പിന്നീട് സുജയുടെ വീട്ടിൽ കൊണ്ടുപോയും പ്രാർത്ഥന ആയപ്പോഴാണ് ഞാൻ അമ്മ എന്ന് അപ്പം വിളിക്കാൻ തുടങ്ങി. അത് ഞാൻ അറിഞ്ഞു അപ്പനെ ഭയങ്കര പേടി, ഉയർന്നുള്ള കട്ടിൽ നിന്ന് വീണു പോകുന്നുള്ളൊരു ഭയം വന്നു. അപ്പോൾ അമ്മ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ അപ്പന്റെ അവസ്ഥയെല്ലാം പറഞ്ഞു. അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൻ അമ്മ എന്ന് വിളിക്കണം, അമ്മ തന്നെയല്ലേ ദൈവം അമ്മയൊക്കെ ഒന്ന് തന്നെയാന്നൊക്കെ പറഞ്ഞു പോസ്റ്റ് ഇട്ടു. ഏത് കൂടിയ വിപ്ലവകാരി അവസാനം ദൈവത്തിലോട്ട് എത്തുമെന്നും പറഞ്ഞു. അത് മറുനാടനിൽ എന്തിലോ വന്നു കഴിഞ്ഞപ്പോൾ സുജ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ദൈവവിശ്വാസിയായെന്ന് പറഞ്ഞില്ല എന്ന്. സജിയുടെ ഭീഷണിയായിരുന്നു. പിറ്റേന്ന് സജിയുടെ വീട്ടിലോട്ട് അപ്പനെ കൊണ്ടുപോയതാ. പിന്നെ സജിയുടെ കസ്റ്റഡിയിലാ. അവിടെ തൊട്ട് ബൈസ്റ്റാൻഡേഴ്സിനെ ഒഴിവാക്കി ട്രെയിൻഡ് ഹോം നഴ്സുമാരെ വെച്ചിരുന്നാണ് ഈ 20,000 to 25,000 rupees മന്ത്ലി പേ ചെയ്തിട്ട് ഹോം നഴ്സിനെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഈ പ്രാർത്ഥനയെന്ന് ഒഴിവാക്കാൻ സജി ചെയ്ത ഒരു ക്രൂരത സജിയുടെ വീട്ടിൽ കൊണ്ടുപോയി. സജിയുടെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം CIT-കാരെയാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. പാർട്ടി ആര് കാണാൻ ചെന്നാലും അവരുടെ പ്രസൻസിലെ സംസാരിക്കാൻ പാടുള്ളൂ. വേറെ ഞങ്ങൾ ചെന്നാലും എല്ലാം അവരിങ്ങനെ ഒരു കാര്യവും സംസാരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഈ 2021 സത്യപ്രതിജ്ഞ ചെയ്തപ്പോ 2ാം ഊഴം വന്ന ദിവസം മെയ് 25-നായിരുന്നല്ലോ. അന്ന് അപ്പൻ ഈ കേരളം ഞെട്ടിപ്പോണ കാര്യങ്ങൾ എന്നോടും എന്റെ ഈ മകനോടും പറഞ്ഞതാ. എന്നിട്ട് പറഞ്ഞു ഇത് പുറത്തു പറയരുത്. അപ്പൻ ഇവിടെ എവിടെയോ ഉണ്ട്, എന്റെ അപ്പൻ ഇവിടെ എവിടെയോ ഉണ്ട്, ജീവിതമില്ലാണ്ട് എന്റെ അപ്പൻ ഈ പരിസരത്ത് ഏതോ മുറിയിൽ കിടക്കുന്നുണ്ട് തണുത്ത് വരച്ച്. ഞാൻ പറഞ്ഞത് പുറത്തു പറയരുതെന്ന് പറഞ്ഞു. എനിക്കത് പറയാൻ പറ്റത്തില്ല. അപ്പന് പറയുന്നു പറഞ്ഞല്ലേ, മരിച്ചു പോയല്ലോ, ഇനി അപ്പനറിയില്ലല്ലോ. പറയാന്ന് പറഞ്ഞിട്ട് കേരളത്തിന് ഞെട്ടിക്കണത് എനിക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നീട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലും സുജയുടെ വീട്ടിലും മാത്രമേ ഞാൻ പോകാറുള്ളൂ. സജിയുടെ വീട് ഞാൻ കണ്ടിട്ടില്ല. കുമാരനാശനറിലെ സജിയുടെ താമസ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അപ്പന്റെ ബുക്ക് പ്രസിദ്ധീകരണമായിട്ടൊരു കേസ് അയാളുമായിട്ട് ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പന് ആര് കാണാൻ ചെന്നാലും അപ്പന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കണം. അപ്പം വർഷങ്ങളായി അത് തയ്യാറാക്കി വന്നിട്ട് എനിക്ക് തോന്നുന്നു 2012 അപ്പൻ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞു. പേപ്പർ വഴിയാണ് ഞാൻ അറിയണത് അപ്പന്റെ ആത്മകഥ പൂർത്തിയായിരിക്കണമെന്ന് പറഞ്ഞു. 2012 അന്നത്തെ ഏത് പത്രം എടുത്ത് നോക്കിയാലും കോഴിക്കോട് എഡിഷൻ, ഞാനന്ന് കോഴിക്കോടുണ്ട്, അവിടുത്തെ എഡിഷനിലും പോലും വന്ന വാർത്തയാണ്. ഈ 2012 പൂർത്തിയായ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഈ കഴിഞ്ഞ കൊല്ലമായിരിക്കും. അപ്പൻ 21 ബെഡ്രുഡനായപ്പോൾ കാണാൻ ചെല്ലുന്ന ഓരോരുത്തരോടും പറയും, ബ്രിട്ടോന്റെ ഭാര്യ സീന അവരെന്നെ വിളിച്ചു ചോദിച്ചു, ആശ ബുക്ക് പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു ബുക്ക് അവിടെ നിൽക്കട്ടെ, അപ്പന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് നിങ്ങൾ കാണാൻ പോയിട്ടെന്ന്. ആര് ചെന്നാലും എന്റെ ബുക്ക് പ്രസിദ്ധീകരിക്കണം. ഈ മകൻ അനങ്ങിയില്ല. അനങ്ങാൻ കാരണം CN മോഹനൻ അപ്പനോട് പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്യണമെന്നോ, എഴുതിയത് എഡിറ്റ് ചെയ്യണമെന്നോ. നീ ആരാടാ എന്നോട് ഇത് പറയാന്ന് അപ്പൻ ചോദിച്ചു. അങ്ങനെ ആ തർക്കത്തില് പാർട്ടിയുടെ ചില കാര്യങ്ങൾ എഴുതിയത് എഡിറ്റ് ചെയ്യണമെന്ന് CN മോഹൻ എന്റെ അപ്പൻ മാത്രമല്ല സഖാവ് MM ലോറൻസിനോട് ഉത്തരവിട്ട വൃത്തികെട്ടവനാണ് CN മോഹന്. അയാൾ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുമാണ്. അപ്പനെ കാണാൻ ചെന്നപ്പം ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് കോടതിയിൽ കൊടുത്തത്. അതില് എഡിറ്റിങ്ങിന് മുമ്പ് എന്നെയും കൂടി കാണിക്കണം എന്നും പറഞ്ഞിട്ട് മക്കളെ എല്ലാവരും കക്ഷിയാക്കിക്കൊണ്ട് കൊടുത്തപ്പോഴാണ് കഴിഞ്ഞ കൊല്ലം ഒരു മകൻ മരിച്ചു പോണത്. ബുക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എഡിറ്റിങ്ങിലൊക്കെ നടത്തി. ഈ മൂത്ത മകൻ ഒരു ദുഷ്ടനായ മകൻ തന്നെയാണെന്ന് ഞാൻ പറയാം. ദുഷ്ടനായ ഒരു സഹോദരൻ. അയാള് ഈ പാർട്ടിയുടെ നോമിനിയായിട്ട് സീനിയർ ഗവൺമെന്റ് ലീഡർ ആകാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട പണിക്കും ക്രൂരതയ്ക്കും കൂട്ടുനിൽക്കുക. അയാളെ ഈ 2ാം ഊഴം വന്നപ്പം അയാളെ ഇടതുമുന്നണി ഭരിക്കുമ്പോഴൊക്കെ അയാളുടെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് സുകുമാരനുണ്ട്. അയാളെ GP ആക്കി കൊടുക്കുമായിരുന്നു വർഷങ്ങളായിട്ട്. അതിന് സജീവൻ ഈ കുറെ നാളായിട്ട് ഇതുപോലെ ഗവൺമെന്റ് ലീഡർ ആവാറുണ്ട് CPM നോമിൽ. ഇപ്പൊ സീനിയർ ഗവൺമെന്റ് ലീഡറാണ്. ഈ 2ാം ഊഴത്തില് CN മോഹനനെ ഇയാളെ വെട്ടിനിരത്തി. ലിസ്റ്റിൽ പെടുത്തിയില്ല എറണാകുളം ജില്ലയിൽ നിന്നുള്ളത്. ഈ സജീവൻ തൃശ്ശൂരുള്ള വിജയരാഘവന്റെ വീട്ടിൽ പോയി, ഒരു സുഹൃത്തിനെയും കൂട്ടി പോയി. അത് പറഞ്ഞു ആവശ്യം വേണം. അപ്പനെ കൊണ്ട് 98-ാം വയസ്സിൽ ആശുപത്രിയിൽ കിടക്കുന്ന അപ്പനെ കൊണ്ട് പിണറായി വിജയനെയും കോടിയേരിയെയും P രാജീവിനെയും വിളിപ്പിച്ചു. 92 വയസ്സിൽ കിടക്കുന്ന അപ്പനെ കൊണ്ട് ഒരു സ്ഥാനം കിട്ടാൻ വിളിപ്പിച്ച മകനാണ് ഈ ML സജീവൻ. അയാള് വിളിപ്പിച്ച് അങ്ങനെ അപ്പൻ പറഞ്ഞിട്ടാണ് എന്റെ മകൻ ഇത് കൊടുത്തില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് അപ്പന് പറയേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണനോട്. അങ്ങനെയാണ് 2ാം ഇതില് ഈ പോസ്റ്റ് കിട്ടിയത്. അപ്പൊ അത് നഷ്ടപ്പെടാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലത്തെ കുറെ അടിമത്തത്തിന് കൂട്ടുനിൽക്കേണ്ടി വരും സജീവന്. അതാണ് അപ്പനെ വെച്ച് ഇങ്ങനെ വിലവേശിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അപ്പനാണ് മരവിച്ച് കിടക്കുന്നത്. അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പനെ പള്ളിയിൽ
ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് കൊടുത്ത് വെട്ടിക്കീറി ആവശ്യം കഴിയുമ്പോൾ പട്ടിക്കും പൂജയ്ക്കും തിന്നാൻ കൊടുത്തേക്ക് ആർക്കെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് അപ്പൻ ഒരാളോടും പറഞ്ഞിട്ടില്ല.